നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സിൽ നിങ്ങൾക്കായിട്ട് എന്താണ് കാണുന്നത് നോക്കിയല്ലോ. കാർഡ്സ് ഷഫിൾഡ് ആണ് കേട്ടോ. ലവേഴ്സ്, വാവ്, ക്വീൻ ഓഫ് വാൻഡ്സ്, ടു ഓഫ് പെൻഡക്കിൾസ്, നയൻ ഓഫ് സ്വാർഡ്സ്, ഓക്കെ, സിക്സ് ഓഫ് കപ്സ്, ശരി, സിക്സ് ഓഫ് വാൻഡ്സ്, ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്നതായിട്ട് ഫോർ ഓഫ് വാൻഡ്സ്. എന്തായാലും നിങ്ങളുമായിട്ട് ഒരു സ്നേഹം തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ ക്യാമറ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അതിയായ സ്നേഹം തന്നെയാണ് അവരുടെ ഫീലിങ്സിൽ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങളുടെ ഇതൊരു മ്യൂച്വൽ ലവാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. ക്വീൻ ഓഫ് വാൻഡ്സ് വെച്ച് തീർച്ചയായും നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടൊപ്പം തന്നെ റെസ്പെക്റ്റും ആദരവും അട്രാക്ഷനും എല്ലാം തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആസ് എ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ രൂപം എല്ലാം തന്നെ അവരെ വല്ലാതെ ആകർഷിക്കുന്നു എന്നവർ പറയുന്നുണ്ട്. ചിലർ ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ, കൺഫ്യൂസിങ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായി കാണുന്നു. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പെട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്നതായി കാണുന്നു. എനിക്കിവിടെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത് നിങ്ങളുടേതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. ഓക്കെ, കുറേ കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം. പക്ഷേ ഒരു എനിക്ക് വീട്ടുകാരുടെ ഒരു സമ്മതക്കുറവാണ് അവിടെ മെയിനായിട്ട് കാണുന്നത്. ഒരു പാരൻ്റൽ പ്രഷർ എന്നൊക്കെ പറയുന്ന പോലെ വീട്ടുകാരുടെ ഒരു സമ്മതക്കുറവ് കാരണം നിങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. സിക്സ് ഓഫ് വാൻഡ്സ് വെച്ച് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതിനെ പറ്റിയിട്ടും നിങ്ങളുമായി ഒരു വിവാഹ ജീവിതവും തന്നെയാണ് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു കേട്ടോ. നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. കുറേ കാലമായിട്ടുള്ള റിലേഷനാണ് നിങ്ങളുടെ. പല പ്രശ്നങ്ങളിൽ പെട്ട് ഒന്ന് ജഗിൾ ചെയ്ത് നിൽക്കുന്നു എന്ന സിറ്റുവേഷനാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവർക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം. നിങ്ങൾ മറ്റൊരു ലൈഫ്, നിങ്ങൾ മറ്റൊരു വിവാഹം, ഒരു ന്യൂ ബിഗിനിങ് ജീവിതത്തിൻ്റെ ഒക്കെ തന്നെയാണ് അവരുടെ ഫീലിങ്സിൽ കാണുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. നിങ്ങളെ വിട്ട് കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ.